ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് നമ്മൾ മീഡിയയിലൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന ന്യൂസാണ്. കണ്ണൂർ അഞ്ചരക്കണ്ടി ഡെൻ്റൽ കോളേജിലെ നിതിൻ രാജ് എന്ന് പറഞ്ഞൊരു പയ്യൻ സൂയിസൈഡ് ചെയ്തു എന്നുള്ളത്. ഇപ്പോൾ ഭയങ്കരമായിട്ട് അതിൻ്റെ ജാതി അധിക്ഷേപം, അവിടുത്തെ സ്റ്റാഫിനെ സസ്പെൻഡ് ചെയ്യണു, അങ്ങനെ ഓരോ ഇഷ്യൂസായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനകത്ത് ഞങ്ങൾക്ക് ഇപ്പം ഞാൻ എൻ്റെ അതേ ഡിപ്പാർട്ട്മെൻറ്റാണ് ഈ പറഞ്ഞ ഈ റാം എന്ന് പറഞ്ഞ ആളും മറ്റേ മാഡം ഒക്കെ. അപ്പോൾ ഇതിനകത്ത് എനിക്ക് മനസ്സിലായിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, മേ ബി ഈ പറഞ്ഞ മീഡിയാസൊക്കെ പറയുന്നതിൻ്റെ ഒരു 40-50% ഹരാസ്മെൻറ്റ് മേ ബി ഈ കോളേജസിലൊക്കെ ഉണ്ടായിട്ടുണ്ടായിരിക്കാം. പക്ഷെ അത്ര അധികം ഇവരിങ്ങനെ ഈ ജാതി കാർഡ് ഇറക്കി പറയുന്ന രീതിയിലുള്ളൊരു അത്രയും ഒരു ഇമ്പാക്റ്റ്ഫുൾ ആയിട്ടുള്ള ഹരാസ്മെൻ്റ് ഒന്നും ഉണ്ടാവാൻ സാധ്യത വളരെ കുറവാണ് ഒരു പ്രൈവറ്റ് ഡെൻ്റൽ കോളേജിനെ സംബന്ധിച്ച് പ്രത്യേകിച്ച്. കാരണം പ്രൈവറ്റ് ഡെൻ്റൽ കോളേജിൽ ഇവർ കാശ് കൊടുത്ത് പഠിക്കുന്നതാണ്. അപ്പോൾ എപ്പോഴും പാരൻസിനും കുട്ടികൾക്കുമാണ് അവിടെ ഒരു പ്രിവിലേജ് എപ്പോഴും കിട്ടുക. അവിടെ സ്റ്റാഫിന് അല്ലെങ്കിൽ ഫാക്കൽറ്റീസിനല്ല ഒരിക്കലും അങ്ങനെ ഒരു ഇത് കിട്ടുന്നത്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇതിനകത്ത് ഈ റാം എന്ന് പറഞ്ഞ സാറിനെതിരെ, സാറെന്ന് പറഞ്ഞ പോലെ പറയാൻ പറ്റുമോ എന്നറിയില്ല, ആൾക്കെതിരെ ഒരുപാട് ഈ അലിഗേഷൻസ് കുട്ടികൾ പറയുന്നുണ്ട്. പക്ഷേ മീഡിയാസിൽ വന്നുകൊണ്ടിരിക്കുന്ന മറ്റൊരു ഫോട്ടോ, വേറൊരു ലേഡി ഡോക്ടർ ഫോട്ടോ ഉണ്ട്. അവർക്കെതിരെ ആരും ഒന്നും പറഞ്ഞിട്ടില്ല. ഒരു കുട്ടി പോലും അവർക്കെതിരെ ഒരു വോയിസ് റേസ് ചെയ്തിട്ടില്ല. പക്ഷെ അവരുടെ ഫോട്ടോ വരെ മെയിൻ ചാനൽസിൽ ഭയങ്കരമായിട്ട് യൂസ് ചെയ്യുന്നു. അവരെ പേര് പറയുന്നു, അവരെ ജാതി പിശാച് എന്നൊക്കെ പറഞ്ഞിട്ടാണ് പല ഇതിലും വന്നിട്ടുള്ളത്. ആ ഫോട്ടോൻ്റെ അടിയിൽ ടാഗ് ലൈനായിട്ടൊക്കെ ഓരോരുത്തർ യൂട്യൂബിലും വൈറലാവാൻ വേണ്ടിയിട്ട് ഓരോരുത്തർ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതൊക്കെ അവർക്കും ഫാമിലിയൊക്കെ ഉള്ളതാണ്. ഈ കുട്ടിയുടെ കേസിൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഈ കുട്ടിയുടെ ഒരു ഫൈനാൻഷ്യൽ ഇഷ്യൂസ് ഉണ്ട്. കുട്ടി ലോൺ ആപ്പിൽ നിന്ന് കടമെടുത്തു, ഹണി ട്രാപ്പ് ഇഷ്യൂസിലൊക്കെ ആ കുട്ടി ഇൻവോൾവ് ആയിട്ടുണ്ട്. അതിൻ്റെ പേരിൽ ആ കുട്ടീനെ സസ്പെൻഡ് ചെയ്യുക, കേസും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇവൻ്റെ മൊബൈൽ ഫോൺ വാങ്ങിച്ചു വെക്കുമ്പോൾ ഡെഫിനറ്റ്ലി അതിനകത്ത് എന്തൊക്കെ ഉള്ളത്, അത്രമാത്രം അവൻ്റെ ജീവിതം തകർക്കുന്ന കാര്യങ്ങൾ ആ മൊബൈലിനകത്ത് ഉണ്ടാവുന്നതുകൊണ്ടായിരിക്കും, അത് പോലീസിൽ അറിയിക്കുന്നൊക്കെയുള്ള പേടി കൊണ്ടായിരിക്കാം ഈ കുട്ടി പോയി ചെയ്തിട്ടുണ്ടാവുക. അല്ലാണ്ട് പ്രിൻസിപ്പളെ റൂമിൽ നിന്ന് ഇറങ്ങിപ്പോയി ചെയ്യുന്ന ഒരാൾ ഒരിക്കലും ഒരു മുമ്പത്തെ ജാതിയുടെ കേസിലല്ലല്ലോ പോയി സൂയിസൈഡ് ചെയ്യുന്നത്. അപ്പോൾ ആൾക്കാർ എപ്പോഴും ഈ TRP കിട്ടുന്ന ന്യൂസ് ആ ഭാഗം മാത്രം ഹൈലൈറ്റ് ചെയ്തിങ്ങനെ കാണിക്കുമ്പോൾ ഈ പറഞ്ഞ ഈ മാഡം, ഒരു തെറ്റും ചെയ്യാത്തൊരു മാഡത്തിൻ്റെ പേര് വരെ ഇങ്ങനെ ഭയങ്കരമായിട്ട് അതിനകത്തിട്ടൊക്കെ ഇടുക എന്ന് പറയുന്നത് എത്രത്തോളം നല്ലൊരു കാര്യമാണെന്ന് മനസ്സിലാവുന്നില്ല. പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ ഇപ്പോഴത്തെ ഈ ജെൻ ആൽഫ ജെൻസി കുട്ടികളെ പഠിപ്പിക്കുക എന്നുള്ളത് ഇന്നുള്ള ഒരു രീതിയിൽ അവരുടെ ഇമോഷണൽ കോഷ്യൻ്റ് ഒക്കെ വളരെ കുറവാണ്. അവരുടെ പലർക്കും ഈ പ്രൈവറ്റ് ഡെൻ്റൽ കോളേജസിലൊക്കെ വരുന്നവർ ഭയങ്കര റാങ്ക് കുറവുള്ള ആൾക്കാർ, കാലിബർ കുറഞ്ഞ ആൾക്കാരാണ്. അവരൊക്കെ ഇമോഷണൽ കേപ്പബിലിറ്റീസും കുറവാണ്. അവർക്ക് വീട്ടിൽ വേറെ ഫിനാൻഷ്യൽ ഇഷ്യൂസ്, വീട്ടിൽ വേറെ ഫാമിലി ഇഷ്യൂസ്, ഇതൊന്നും നമുക്ക് ഡീൽ ചെയ്യാൻ ഒരു സ്റ്റാഫിന് കൊണ്ട് ഡീൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ല. അപ്പോൾ നമ്മൾ ഇൻറ്റേർണൽ മാർക്ക് കുറവായിട്ടുള്ള കുട്ടികൾ എത്രയോ പേരെ എക്സാം എഴുതിപ്പിക്കാൻ ഈ പ്രൈവറ്റുകാർ സഹായിക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഇവർക്കൊന്നും സത്യം പറഞ്ഞാൽ മാർക്ക് വളരെ കുറവാണ്. പക്ഷേ ഇപ്പം ഈ ന്യൂസ് ചാനൽസിലൊക്കെ പറയുന്നത് ഇൻറ്റേർണൽ മാർക്ക് ഭയങ്കരമായിട്ട് കുറച്ച് അവരെ കൊണ്ട് അത് ചെയ്യിപ്പിക്കുന്നു, അങ്ങനെ ഇങ്ങനെയൊക്കെ. എനിക്ക് ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് സത്യം പറഞ്ഞാൽ എങ്ങനെയാണ് ഈ മീഡിയ ഇതിനൊക്കെ വളച്ചൊടിക്കുന്നത് എന്നുള്ളത്. കാരണം നമ്മളും ഫാക്കൽറ്റീസായിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ ഇറ്റ്സ് ലൈക്ക് കുട്ടികളെ ഒരു എല്ലാ കോളേജസിലും ഒരു മെയിൻലി ഒരു സൈക്കോളജിസ്റ്റ്, നല്ലൊരു സൈക്കോളജിക്കൽ ടീം അത്യാവശ്യമാണെന്നാണ് ഇപ്പോൾ തോന്നുന്നത്. പിന്നെ ഈ പറഞ്ഞ ജാതി രീതിയിലുള്ള ആൾക്കാരെ ഇതാക്കുന്നതിനൊക്കെ ഡെഫിനറ്റായിട്ടും അവർക്ക് അതിൻ്റേതായ ശിക്ഷ കാര്യങ്ങൾ വേണം. പക്ഷേ നിരപരാധികളെ ഇങ്ങനെ ഇതിനകത്തേക്ക് ഇൻവോൾവ് ചെയ്യിപ്പിക്കുക എന്ന് പറയുന്നത്, അവർക്ക് തോന്നിയ ആൾക്കാരെ പേര് പറയും. ഇപ്പോൾ കുട്ടികൾക്ക് ഇപ്പോൾ അതൊരു ഇതായി, അവർക്ക് ഇനിയിപ്പോൾ ആരോടാണോ എന്താണോ തോന്നുന്നത് അത് അവർക്ക് പറയാം എന്നുള്ള രീതിയിലായി കഴിഞ്ഞില്ലേ. സോ ഇത് നല്ലൊരു രീതിയല്ല എന്നാണ് മനസ്സിലാവുന്നത്.